Yes, difficult roads lead to beautiful destinations. അതിദുർഘടമായ പാതകൾ ചിലപ്പോഴെങ്കിലും നമ്മെ മനോഹരമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കും. അങ്ങനെയുള്ള മനോഹരമായൊരു ലക്ഷ്യസ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത്. വളരെ മനോഹരമായ വ്യൂ നൽകുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ലക്ഷ്യമില്ലാതെ ഒരു ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തി. എന്നാൽ അത്ര ദുർഘടമൊന്നുമല്ല ഈ പാത. എന്നാലും വ്യൂ, ഡെസ്റ്റിനേഷൻ ഈസ് എ ഗുഡ് പ്ലേസ്. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ ചെറിയ ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. 16 വയസ്സായ ഒരു പെൺകുട്ടി 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, സർ, എനിക്ക് ആരുമില്ല. അവൾക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, ഞാനുണ്ട്, അവളുടെ കൂട്ടുകാരികളുണ്ട്, കുടുംബമുണ്ട്, എല്ലാവരുമുണ്ട്. എന്നിട്ടും ആ കുട്ടിക്ക് ഫീൽ ചെയ്യുകയാണ്, സർ, എനിക്കാരുമില്ല. എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ പറഞ്ഞത്? ഒന്നുമല്ല, അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഒരു സുഹൃത്ത് അവളെ ഉപേക്ഷിച്ചു പോയി. അവൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന, അത്രയും ക്ലോസ് ഫ്രണ്ടായിരുന്ന ഒരു കുട്ടി ഇപ്പോൾ അവളോട് മിണ്ടുന്നില്ല. അവൾ കുറേ പിന്നാലെ കെഞ്ചി നടന്നു അവളോടുള്ള സൗഹൃദം കൂടണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ മറ്റേ കുട്ടി കൂട്ടാക്കിയില്ല. അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവാം പിരിഞ്ഞു പോകാൻ. അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോയവരെയും നമ്മൾ കുറ്റം പറയുന്നില്ല. എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്? ഏറ്റവും നല്ല സുഹൃത്തായ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഒരാളെ കണ്ടെത്തുകയും അവൾ അവളുടെ സൗഹൃദത്തിൻ്റെ സിംഹഭാഗവും ഒരാളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഷീ ഇൻവെസ്റ്റഡ് കംപ്ലീറ്റ്ലി ഇൻ ദാറ്റ് ഫ്രണ്ട്. എന്താണ് സംഭവിച്ചത്? ആ സുഹൃത്ത് ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ അവൾക്ക് തോന്നി, ജീവിതം ശൂന്യമാണ്, എനിക്കാരുമില്ല, എനിക്ക് സംസാരിക്കാൻ ആളില്ല, ഇനി ഞാൻ ആരോട് സംസാരിക്കും? ഇതൊക്കെയാണ് ആ കുട്ടി വിചാരിച്ചത്. ഇത് 16 വയസ്സായ ഒരു കുട്ടിക്ക് മാത്രം തോന്നുന്ന ഫീലിംഗ് അല്ല. എത്ര പ്രായമായ ആളുകൾക്കും മുതിർന്നവരായ ആളുകൾ ആർക്ക് തന്നെയും ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണിത്. ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ മറ്റുള്ളൊരു ലോകത്തെ തന്നെ മറന്നു പോവുകയാണ്. നമ്മൾ ചില ആളുകളെ വല്ലാതെ ഇഷ്ടപ്പെട്ട് നമുക്ക് തോന്നും അയാളാണ് നമ്മുടെ ലോകം. അങ്ങനെ നമ്മുടെ എല്ലാ ഘട്ടത്തിലും, നമ്മുടെ ഒഴിഞ്ഞിരിക്കുന്ന സമയം, നമ്മൾ എണീക്കുന്ന സമയം, നമ്മൾ ഉറങ്ങുന്ന സമയം, നമ്മൾ യാത്ര ചെയ്യുന്ന സമയം, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും അയാളെ ഓർത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അയാൾക്ക് വേണ്ടി നമ്മൾ മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അയാൾ നമ്മെ വിട്ടുപോകും. വല്ലാത്തൊരു വിഷമം ആളുകൾക്കുണ്ടാകുന്നു. ആ വിഷമം താങ്ങാൻ പറ്റുന്നില്ല. ഇതൊക്കെ സർവ്വസാധാരണമായി മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇവിടെ ആരാണ് തെറ്റുകാരൻ? നമ്മെ ഉപേക്ഷിച്ചു പോയ ആളാണോ തെറ്റുകാരൻ? ഞാൻ പറയും, ഒരിക്കലുമല്ല. ഒരാളിൽ മാത്രം നമ്മുടെ ജീവിതം, നമ്മുടെ സൗഹൃദം, നമ്മുടെ സ്നേഹം എല്ലാം നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സൗഹൃദങ്ങൾ വേണം, ആളുകൾ വേണം നമുക്ക് ചുറ്റും. നമ്മൾ മനുഷ്യനാണ്, നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ബന്ധങ്ങളില്ലാതെ, സ്നേഹബന്ധങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ എല്ലാം ഒരാളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മെയാണ്. ആ ഒരാൾ നമ്മെ വിട്ടുപോകുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദന അതെത്ര വലിയ കഠിനമായ വേദനയായിരിക്കും. അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളിൽ, മനുഷ്യബന്ധങ്ങളിൽ എല്ലാറ്റിലും ഒരു പരിധി നിശ്ചയിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് ഏറെ ഗുണകരമായിരിക്കും. നമ്മളെ ഒരാൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും അയാൾ നമ്മെ വിട്ടു പോകുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അയാളെ പിന്നാലെ നടക്കുകയും എന്നെ പരിഗണിക്കൂ എന്ന് പറഞ്ഞു നടക്കുമ്പോൾ അയാളിൽ വീണ്ടും വീണ്ടും നമ്മെ വിട്ടുപോകാനുള്ള ത്വര കൂടുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഗസലിലെ 2 വരികൾ, മുമ്പ് ജഗ്ജീത് സിംഗിൻ്റെ ഒക്കെ ഗസലിൽ കേട്ടിരുന്നൊരു 2 വരികൾ ഓർമ്മ വരികയാണ്.
സർ ചുഖാവോगे तो പത്തർ ബി ദേവത ഹോ ജായേഗ. നമ്മൾ തലകുനിക്കുമ്പോഴാണ് ഒരു കല്ല് ദേവതയായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വേറൊരാളുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. അതാണ് ഇന്ന് ഈ മനോഹരമായ ഈ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള വലിയ ഉപദേശം. ലോകം വിശാലമാണ്. കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭൂമി വളരെ വിശാലമാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരാളിൽ, ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ട്. ആ തിരിച്ചറിവ് നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. ഓക്കെ, താങ്ക് യു.